Earnest Academy മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൻ്റെ അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ എന്ന് പറയുന്ന പോസ്റ്റിൻ്റെ എക്സാം 30/6/2022 വ്യാഴാഴ്ച നടക്കുകയാണ്. അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയാണ് ലാസ്റ്റ് റൗണ്ട് പ്രിപ്പറേഷൻ എങ്ങനെ നടപ്പാക്കണം എന്ന് ഡിസ്കസ് ചെയ്യാനായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സിലബസിലേക്കൊന്ന് നോക്കാം. സിലബസിൽ നോക്കിയിട്ട് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസ് ഏതൊക്കെയാണ് എന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂൾ, അതായത് ഇത് 10 മൊഡ്യൂളായിട്ടാണ് ഇതിൻ്റെ സിലബസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ അകത്തെ ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ സർക്യൂട്ട്സ് എന്ന് പറയുന്ന ഭാഗമാണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട കാര്യങ്ങൾ ബേസിക് ഇലക്ട്രിക്കൽ ലോസ് ആണ്. അതായത് കിർച്ചോഫ്സ് ലോ, ഓംസ് ലോ തുടങ്ങിയ ലോസും അതേപോലെ തന്നെ നമ്മൾ ബേസിക്കായിട്ട് പഠിക്കുന്ന തിയറംസ്, അതായത് പവർ ട്രാൻസ്ഫർ തിയറം, സൂപ്പർ പൊസിഷൻ തിയറം തുടങ്ങിയ തിയറങ്ങളുമാണ് ഈ ഫസ്റ്റ് മൊഡ്യൂളിൽ ഉൾപ്പെടുന്നത്. അതിൻ്റെ അകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ് സ്റ്റാർ ഡെൽറ്റ ട്രാൻസ്ഫോർമേഷൻ. സ്ഥിരമായി സ്റ്റാർ ഡെൽറ്റ ട്രാൻസ്ഫോർമേഷൻ്റെ ബേസിൽ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, പിന്നെ അടുത്ത പാർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് RLC സീരീസ് സർക്യൂട്ട്സ്, RC ആൻഡ് RLC കോമ്പിനേഷൻസ്, ഈ കോമ്പിനേഷൻ്റെ ബേസിൽ പോളാർ റെക്റ്റാങ്കുലർ ഫോംസ് ഉള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, ഇനി സെക്കൻഡ് മൊഡ്യൂളിലേക്ക് വന്നു കഴിഞ്ഞാൽ മാഗ്നറ്റിക് സർക്യൂട്ട്സ് ആണ് സെക്കൻഡ് മൊഡ്യൂൾ. മാഗ്നറ്റിക് സർക്യൂട്ട്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ യൂണിറ്റുകൾ, ഓരോ ക്വാണ്ടിറ്റീസിൻ്റെ യൂണിറ്റുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് റിപ്പീറ്റഡായി ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ, അതേപോലെ തന്നെ സ്റ്റാറ്റിക്കലി ഡൈനമിക്കലി ഇൻഡ്യൂസ്ഡ് EMFൻ്റെ ബേസിലുള്ള സിമ്പിൾ പ്രോബ്ലംസ്, അപ്പോൾ അത് കൂടുതൽ വർക്കൗട്ട് ചെയ്യുന്നത് നന്നായിരിക്കും. മൂന്നാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് വളരെ വലിയൊരു മൊഡ്യൂളാണ്. കാരണം നമ്മളുടെ എല്ലാ മെഷീൻസും ഈ ഒരു മൊഡ്യൂളിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ട്രാൻസ്ഫോമർ, DC ജനറേറ്റർ, DC മോട്ടോർ, അതേപോലെ AC-യിലുള്ള സിംഗിൾ ഫേസ് മോട്ടോഴ്സ്, 3 ഫേസ് മോട്ടോഴ്സ് തുടങ്ങിയ എല്ലാ മോട്ടോഴ്സും, അതേപോലെ തന്നെ ജനറേറ്റർ പ്ലസ് ട്രാൻസ്ഫോമർ, അതായത് മെഷീൻ എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്ന എല്ലാ കാര്യങ്ങളും ഈ തേർഡ് മൊഡ്യൂളിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ മൊഡ്യൂൾ പഠിക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഈ ഓരോ മോട്ടോഴ്സിൻ്റെയും ആപ്ലിക്കേഷൻസ് ഡീറ്റെയിൽ ആയി തന്നെ നോക്കുക. ഫോർ എക്സാമ്പിൾ, ട്രാക്ഷന് വേണ്ടി ഉപയോഗിക്കുന്ന മോട്ടർ ഏതാണ്? അത് നമുക്കറിയാം, സീരീസ് മോട്ടറാണ്. DC സീരീസ് മോട്ടറാണ് നമ്മൾ ട്രാക്ഷൻ പർപ്പസിന് വേണ്ടി, അതായത് ഇലക്ട്രിക് ട്രാക്ഷന് വേണ്ടി ഉപയോഗിക്കുന്ന മോട്ടർ സീരീസ് മോട്ടറാണ്. കാരണം നമുക്കറിയാം സ്റ്റാർട്ടിംഗ് ടോർക്ക് വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പോൾ അതേപോലെ ഓരോ മോട്ടറുകളുടെയും ഇങ്ങനെ സ്പെഷ്യാലിറ്റീസ് മനസ്സിലാക്കുക. അപ്പോൾ ഓരോ ആവശ്യത്തിന് വേണ്ടി നമ്മൾ എന്തുകൊണ്ട് ഓരോ മോട്ടറുകൾ സെലക്ട് ചെയ്യുന്നു അത് പ്രത്യേകം നോക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ലെയ്ത്തുകൾ അതേപോലെയുള്ള കോൺസ്റ്റൻറ്റ് സ്പീഡ് ആപ്ലിക്കേഷനുകൾക്ക് വേണ്ടിയാണെങ്കിൽ നമ്മൾ കൂടുതലും ഉപയോഗിക്കുന്നത് ഷണ്ട് മോട്ടോഴ്സാണ്. ഇനി ജനറേറ്ററിൻ്റെ കേസിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇതേപോലെ തന്നെ നോക്കുക, ഓരോ ജനറേറ്ററും എന്ത് ആപ്ലിക്കേഷന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്, അത് എന്തുകൊണ്ടാണ് ഈ ജനറേറ്റർ സെലക്ട് ചെയ്യുന്നത്, ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിലായിരിക്കണം നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. ഇനി ട്രാൻസ്ഫോമറിൻ്റെ ബേസിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഓൾ ഡേ എഫിഷ്യൻസി എന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ് ഓൾ ഡേ എഫിഷ്യൻസി എന്ന് പറയുന്നത്. അതേപോലെ ട്രാൻസ്ഫോമർ റെഗുലേഷൻ, ഈ കാര്യങ്ങളിലെല്ലാം വളരെയധികം ശ്രദ്ധ ചെലുത്തേണ്ടതാണ്. ദെൻ നമ്മൾ നാലാമത്തെ മൊഡ്യൂളിലേക്ക് പോയി കഴിഞ്ഞാൽ അത് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന പാർട്ടാണ്. ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൻ്റെ അകത്ത് ഫ്ലിപ്പ് ഫ്ലോപ്പുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ബേസിൽ ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, ഇനിയും 8085 മൈക്രോ പ്രോസസ്സേഴ്സിനെ പറ്റി ഉള്ള ക്വസ്റ്റ്യൻസിൽ കോമൺ ആയിട്ട് രജിസ്റ്റേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രജിസ്റ്റേഴ്സ്, ഓരോ തരത്തിലുള്ള രജിസ്റ്റേഴ്സിനെ പറ്റിയും അതേപോലെ തന്നെ അഡ്രസ്സിംഗ് മോഡ്സ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അഡ്രസ്സിംഗ് മോഡ്സ് സ്ഥിരമായി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അതേപോലെ തന്നെ ഫ്ലാഗ് രജിസ്റ്റേഴ്സ്, ഓരോ ഫ്ലാഗ് രജിസ്റ്റേഴ്സും അതിൻ്റെ ഓരോ കണ്ടീഷൻസ്, അതായത് ഓരോ സ്റ്റേറ്റ്മെൻറ്റുകൾ എക്സിക്യൂട്ട് ചെയ്യുമ്പോഴും അതിൻ്റെ കണ്ടീഷൻസിന് എന്ത് വേരിയേഷൻ വരും. ലൈക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അഡീഷൻ എന്ന് പറയുന്ന ഓപ്പറേഷൻ നടക്കുകയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് ഓരോ ഫ്ലാഗുകൾക്കും എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നത്. ഇതേപോലെ ഓരോ ഓപ്പ് കോഡുകൾ ഫെച്ച് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വേരിയേഷനാണ് ഈ പറയുന്ന ഓരോ ഫ്ലാഗുകൾക്കുണ്ടാകുന്നത് എന്ന് പ്രത്യേകം നോക്കി വയ്ക്കേണ്ടതാണ്. കാരണം ഇത് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള കാര്യമാണ്. ഓക്കെ, ഇനിയും അടുത്തതായിട്ട് പവർ സിസ്റ്റം എന്ന് പറയുന്നതാണ് നമ്മുടെ നെക്സ്റ്റ് മൊഡ്യൂൾ. അഞ്ചാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് പവർ സിസ്റ്റമാണ്. ഈ പവർ സിസ്റ്റത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പവർ സിസ്റ്റം നമുക്കറിയാം
ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിലെ തന്നെ ഏറ്റവും വലിയ സബ്ജക്റ്റ് എന്ന് പറയുന്നത് പവർ സിസ്റ്റമാണ്. കാരണം നോർമൽ ബിടെക്കിനാണെങ്കിൽ നമ്മൾ 2 അല്ലെങ്കിൽ 3 പേപ്പറായിട്ടാണ് ഈ പവർ സിസ്റ്റം എന്ന് പറയുന്ന സബ്ജക്റ്റ് പഠിക്കുന്നത്. സോ അത്രയും വൈഡായിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. അപ്പോൾ പവർ സിസ്റ്റത്തിൻ്റെ അകത്ത് നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ടത് ലൈൻ പാരാമീറ്റേഴ്സിൽ വളരെയധികം ശ്രദ്ധിക്കണം. അതായത് ലൈക്ക് ലൈൻ റെസിസ്റ്റൻസ്, ലൈൻ ഇൻഡക്റ്റൻസ്, ലൈൻ കപ്പാസിറ്റൻസ് തുടങ്ങിയ കാര്യങ്ങൾ പ്രത്യേകം പഠിക്കുക. ഇനിയും ഈ ഓരോ റെസിസ്റ്റൻസ്, അതായത് ഓരോ തരത്തിലുള്ള ലൈനുകൾ, അതായത് ഷോർട്ട് ട്രാൻസ്മിഷൻ ലൈൻ, ലോങ് ട്രാൻസ്മിഷൻ ലൈൻ തുടങ്ങിയവയുടെ എല്ലാം റെസിസ്റ്റൻസിലുണ്ടാകുന്ന വേരിയേഷൻ നമ്മൾ പ്രത്യേകം പഠിക്കണം. ഇനി അതേപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് സാഗ്. ഓക്കെ, അത് ഓരോ കണ്ടീഷനിലും സാഗ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്ന് നിങ്ങൾ പ്രോബ്ലംസ് ചെയ്ത് തന്നെ പഠിക്കണം. കാരണം സാഗിൻ്റെ ബേസിലുള്ള പ്രോബ്ലംസ് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് സമയം നഷ്ടപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം നമ്മൾ ഫണ്ടമെൻ്റൽ ഇക്വേഷൻസ് ഉപയോഗിച്ച് വാല്യൂസ് കണ്ടുപിടിച്ച് വരുമ്പോൾ നമുക്ക് സമയം നഷ്ടപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ നേരത്തെ തന്നെ പ്രോബ്ലംസ് ചെയ്ത് വർക്കൗട്ട് ചെയ്ത് ആ സ്പീഡ് അച്ചീവ് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് ടൈമിങ്ങിൽ ഇത് തീർക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ അടുത്ത മൊഡ്യൂൾ 6 എന്ന് പറയുന്ന കൺട്രോൾ സിസ്റ്റമാണ്. കൺട്രോൾ സിസ്റ്റം നമുക്കറിയാം കുറച്ച് മാത്തമാറ്റിക്കലായിട്ടുള്ള സബ്ജക്റ്റാണ്. അതായത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രോബ്ലംസ് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് സമയം നമ്മൾ കൂടുതൽ ഉപയോഗിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ നമുക്കറിയാം ഏത് കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിലും നമ്മളിപ്പോൾ 100 ക്വസ്റ്റ്യന് 100 മിനിറ്റ് കൊണ്ട് ആൻസർ ചെയ്യണം എന്ന് പറയുന്ന ലോജിക്കിലാണ് എങ്കിൽ ഒരിക്കലും 1 മിനിറ്റ് ഒരു ക്വസ്റ്റ്യന് എന്ന് പറയുന്ന രീതിയിലല്ല നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ കാരണം ഇപ്പോൾ ഒറ്റ വാക്കിൽ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് കാണും. ലൈക്ക് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ നോക്കി, അട്രാക്ഷൻ പർപ്പസിന് ഉപയോഗിക്കുന്ന മോട്ടർ ഏതാണ്? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് സീരീസ് മോട്ടർ എന്ന് പറയുന്ന ആൻസർ അറിയാമെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ആൻസർ സെലക്ട് ചെയ്ത് ബബിൾ ചെയ്യാനായിട്ട് ചിലപ്പോൾ 30 സെക്കൻഡ് അല്ലെങ്കിൽ 15 സെക്കൻഡ് ഓർ 20 സെക്കൻഡ്, ഈ 20 സെക്കൻഡ് കൊണ്ട് നമുക്ക് ആൻസർ അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ അവിടെ സേവ് ചെയ്യുകയാണ്. ഒരു 60 സെക്കൻഡ് നമ്മൾക്ക് ഒരു ക്വസ്റ്റിന് വേണ്ടി, അതായത് 100 ക്വസ്റ്റിന് 100 മിനിറ്റ് എന്ന രീതിയിലാണെങ്കിൽ 60 സെക്കൻഡ് കൊണ്ട് ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാം. ആ ഒരു ലോജിക്കിൽ നിന്ന് നമ്മൾ ചേഞ്ച് ആവണം. കാരണം നമ്മളൊരു 20 സെക്കൻഡ് കൊണ്ട് ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്കവിടെ 40 സെക്കൻഡ്സ് ലാഭിക്കാൻ സാധിച്ചു. അത് പ്രോബ്ലമാറ്റിക്കായിട്ട് ചെയ്യേണ്ട ഒരു ക്വസ്റ്റിന് വേണ്ടി ഉപയോഗപ്പെടുത്തുക. ആ രീതിയിലാണ് നമ്മൾ കോമ്പറ്റേറ്റീവ് എക്സാംസ് അറ്റൻഡ് ചെയ്യേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് പവർ ഇലക്ട്രോണിക്സിലേക്കാണ്. പവർ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്നത് 10 ക്വസ്റ്റ്യൻസ് ആണ് സിലബസ് പ്രകാരം പറഞ്ഞേക്കുന്നത്. 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് പവർ ഇലക്ട്രോണിക്സിൽ നിന്ന് പറഞ്ഞേക്കുന്നത്. പിന്നെ ഇത്തവണത്തെ സിലബസിൻ്റെ ഒരു വലിയ പ്രത്യേകതയാണ് ഈ പറയുന്ന എല്ലാ മൊഡ്യൂൾസിൽ നിന്നും ഈക്വലായിട്ട് 10 മാർക്സ് വീതം വെച്ചാണ് ക്വസ്റ്റ്യൻസ് സിലബസിൽ പറഞ്ഞേക്കുന്നത്. സ്ലൈറ്റ് വേരിയേഷൻസ് ചിലപ്പോൾ ഉണ്ടാകാം. അപ്പോൾ പവർ ഇലക്ട്രോണിക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കൺവേർട്ടേഴ്സിൻ്റെ ആവറേജ് വാല്യൂ, RMS വാല്യൂ പ്രത്യേകം ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്ന പവർ ഇലക്ട്രോണിക് സ്വിച്ചസ്, ഏത് ഫ്രീക്വൻസിയിലാണ് ഓരോ സ്വിച്ചസും വർക്ക് ചെയ്യുന്നത്, SCRൻ്റെ സ്വിച്ചിങ് ഫ്രീക്വൻസി എത്രയാണ്, അല്ലെങ്കിൽ മോസ്ഫെറ്റിൻ്റെ സ്വിച്ചിങ് ഫ്രീക്വൻസി എത്രയാണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക. ഓക്കെ, ഇനിയും 4 ക്വാഡ്രൻ്റ് ഓപ്പറേഷൻ എന്ന് പറയുന്ന പോർഷനുണ്ട്. 4 ക്വാഡ്രൻ്റ് ഓപ്പറേഷൻസ്, ഈ ഓരോ ക്വാഡ്രൻറ്റിലും വർക്ക് ചെയ്യുമ്പോൾ സ്വിച്ചസിന് എന്ത് മാറ്റമാണ് വരുന്നത് തുടങ്ങിയ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, അത് കഴിഞ്ഞാൽ ഓപ്പാമ്പ് എന്ന് പറയുന്ന പോർഷൻ പവർ ഇലക്ട്രോണിക്സിൻ്റെ ലാസ്റ്റ് പാർട്ടായിട്ട് വരുന്നതാണ്. ഓപ്പറേഷൻ ആംപ്ലിഫയർ ആക്ച്വലി അത് അനലോഗ് ഇലക്ട്രോണിക്സിൻ്റെ പാർട്ടാണ്, പക്ഷേ സിലബസിൽ നമുക്ക് പവർ ഇലക്ട്രോണിക്സിൻ്റെ കൂടെയാണ് തന്നേക്കുന്നത്. അപ്പോൾ ഓപ്പറേഷൻ ആംപ്ലിഫയറിൻ്റെ അകത്ത് നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സർക്യൂട്ട്സ് ഉണ്ട്, ഓപ്പാമ്പ് സർക്യൂട്ട്സ് ഉണ്ട്. അതേപോലെ തന്നെ ഓപ്പാമ്പിൻ്റെ ഫണ്ടമെൻ്റലായിട്ടുള്ള കുറച്ച് ടേംസ് ഉണ്ട്, ലൈക്ക് CMRR പോലെയുള്ള കാര്യങ്ങൾ. എന്താണ് CMRR, അതേപോലെ സ്ലൂ റേറ്റ് തുടങ്ങിയവ എന്താണെന്ന് തിരിച്ചറിയുക. അതേപോലെ തന്നെ ഈ CMRR ആണെങ്കിലും സ്ലൂ റേറ്റ് ആണെങ്കിലും ഇത് ഓരോ ഓപ്പാമ്പിനും എങ്ങനെ വരും, അതായത് ഞാൻ പറയുന്നത് ഓരോ പ്രോഡക്റ്റിന് എങ്ങനെ വരും എന്നല്ല, ഒരു ഐഡിയൽ ഓപ്പാമ്പിന് എങ്ങനെയാണ് ഇതിൻ്റെ വാല്യൂ, അതേപോലെ ഒരു റിയൽ ഓപ്പാമ്പിന് എങ്ങനെയാണ്, അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ഓപ്പാമ്പിന് എങ്ങനെയാണ് ഇതിൻ്റെ വാല്യൂ റേഞ്ചസ് വരുന്നത് തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ നോക്കേണ്ടതായിട്ട് വരും. ഓക്കെ, ദെൻ
8th മൊഡ്യൂളിലേക്ക് പോയി കഴിഞ്ഞാൽ മെഷർമെൻറ്റ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ ആണ് 8th മൊഡ്യൂൾ എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് 10 മാർക്കാണ് പറഞ്ഞേക്കുന്നത് ക്വസ്റ്റ്യൻസിൽ, സിലബസിൽ പറഞ്ഞേക്കുന്ന 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. പക്ഷേ നമ്മൾ നേരത്തെ ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ നോക്കുകയാണെങ്കിൽ വളരെയധികം ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു സബ്ജക്റ്റാണ് ഈ മെഷർമെൻറ്റ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഇതിൽ മെഷർമെൻറ്റിൻ്റെ പാർട്ടിൽ ആദ്യത്തെ പാർട്ടിൽ നമ്മൾ മെഷർമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നതാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് തന്നെ നിങ്ങൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റെസിസ്റ്റൻസ്, അതായത് ഡിഫറെൻറ്റ് റേഞ്ചസ് ഓഫ് റെസിസ്റ്റൻസ് എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത് അത് വളരെയധികം ശ്രദ്ധ കൊടുത്ത് പഠിക്കണം. കാരണം മീഡിയം റെസിസ്റ്റൻസ്, അതേപോലെ തന്നെ ലോ റെസിസ്റ്റൻസ്, ഹൈ റെസിസ്റ്റൻസ്, ഇവ ഓരോന്നും മെഷർ ചെയ്യാനായിട്ട് സ്പെസിഫിക് ആയിട്ടുള്ള മെത്തേഡ് തന്നെയുണ്ട്. ഇതേത് മെത്തേഡാണ് എന്ന് ചോദിക്കാം. അതായത് ഇപ്പോൾ ഹൈ റെസിസ്റ്റൻസ് മെഷർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന മെത്തേഡ് ഏതാണ്, അതേപോലെ തന്നെ ഏതെങ്കിലും ഒരു മെത്തേഡ് തന്നിട്ട് ഈ മെത്തേഡ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മെഗർ ചെയ്യുന്നത്, നമുക്കറിയാം ഇൻസുലേഷൻ റെസിസ്റ്റൻസ് വേണ്ടിയാണ് നമ്മൾ മെഗർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ മെഗർ എന്ന് പറയുന്നത് ഉപയോഗിക്കുന്നത് ഇൻസുലേഷൻ റെസിസ്റ്റൻസ്, അതായത് ഹൈ റെസിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ മെഗർ ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വീസ്റ്റൺസ് ബ്രിഡ്ജ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്കറിയാം മീഡിയം റെസിസ്റ്റൻസിന് വേണ്ടിയാണ്. ഇതേപോലെ ഓരോ ബ്രിഡ്ജസും ഏത് റേഞ്ചിലുള്ള റെസിസ്റ്റൻസ് മെഷർമെൻറ്റിനാണ് ഉപയോഗിക്കുന്നത് എന്നറിയണം. അതേപോലെ തന്നെ AC ബ്രിഡ്ജസിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഇൻഡക്റ്റൻസും കപ്പാസിറ്റൻസും മെഷർ ചെയ്യാനായിട്ടാണ് നമ്മൾ കൂടുതലും AC ബ്രിഡ്ജസ് ഉപയോഗിക്കുന്നത്. സോ ഏത് തരത്തിലുള്ള ഇൻഡക്റ്റൻസ് ആണ് ഇതിൽ ഓരോ ബ്രിഡ്ജസും മെഷർ ചെയ്യുന്നത് അത് നമ്മൾ പ്രത്യേകം നോക്കി പഠിക്കണം. അത് ഒരു ചാർട്ട് പ്രിപ്പയർ ചെയ്ത് തന്നെ പഠിക്കാൻ ശ്രമിക്കുക. കാരണം അത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്തതായിട്ട് സിഗ്നൽസ് ആൻഡ് സിസ്റ്റമാണ്. സിഗ്നൽസ് ആൻഡ് സിസ്റ്റം നിങ്ങൾക്കറിയാം, അതും വളരെ മാത്തമാറ്റിക്കലായിട്ടുള്ള ഒരു പോർഷനാണ് സിഗ്നൽസ് ആൻഡ് സിസ്റ്റം. അപ്പോൾ ഇതിൻ്റെ അകത്ത് ക്ലാസിഫിക്കേഷൻ ഓഫ് സിഗ്നൽസ് ആൻഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് സിസ്റ്റം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇതിൻ്റെ അകത്ത് ഒരു എക്സാമ്പിൾ തന്നിട്ട് ഇത് ഏത് കാറ്റഗറിയിലുള്ള ഒരു സിസ്റ്റമാണ് എന്ന് ചോദിക്കാം. അപ്പോൾ അതുകൊണ്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സിസ്റ്റംസും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സിഗ്നൽസും പഠിക്കുക. കൂടാതെ അതിൻ്റെ പ്രോപ്പർട്ടീസും നമ്മൾ ബൈ ഹാർട്ട് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനിയും ലൈക്ക് കോസൽ, ഒരു സിസ്റ്റം കോസൽ ആണോ, ഒരു സിസ്റ്റം ലീനിയർ ആണോ തുടങ്ങിയവ ചെക്ക് ചെയ്യാനായിട്ടുള്ള മെത്തേഡുകൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. കാരണം നമുക്ക് അങ്ങനെ ഡയറക്റ്റ് തന്നെ ചോദിക്കാം, ഒരു സിസ്റ്റത്തിൻ്റെ ഇക്വേഷൻ തന്നിട്ട് ഇത് ഒരു ലീനിയർ സിസ്റ്റമാണോ, അങ്ങനെ തന്നെ ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, ദെൻ അതേപോലെ തന്നെ സീറോ ഓർഡർ സിസ്റ്റം, എന്താണ് ഓർഡർ ഓഫ് എ സിസ്റ്റം. ഓക്കെ, ഇനി അതേപോലെ തന്നെ ഫസ്റ്റ് ഓർഡർ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, സെക്കൻഡ് ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താണ്, സീറോ ഓർഡർ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇനി ലാസ്റ്റ് മൊഡ്യൂളിലേക്ക് വന്നു കഴിഞ്ഞാൽ ആക്ച്വലി മെഷർമെൻറ്റിൻ്റെ കണ്ടിന്യൂവേഷനാണ്, ട്രാൻസ്ഡ്യൂസേഴ്സ് എന്ന് പറയുന്ന പാർട്ടാണ് ലാസ്റ്റ് മൊഡ്യൂളായിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ ആക്ച്വലി നമ്മൾ ചെയ്യുന്നത് നോൺ ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റീസിനെ മെഷർ ചെയ്യാൻ വേണ്ടിയുള്ള ട്രാൻസ്ഡ്യൂസേഴ്സിനെ പറ്റിയുള്ള ഡിസ്കഷനാണ് ഈ ലാസ്റ്റ് മൊഡ്യൂളിലേക്ക് വരുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ അകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ് സെൽസ് എന്ന് പറയുന്നത്. ഓക്കെ, ബാറ്ററീസ് ആൻഡ് സെൽസ് എന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ്. അപ്പോൾ അത് പഠിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഓരോ തരത്തിലുള്ള ബാറ്ററിയിലും നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻ എന്താണ് എന്ന് അത് ചാർട്ട് തന്നെ പ്രിപ്പയർ ചെയ്ത് പഠിക്കണം. ഓരോ തരം ബാറ്ററിയിലും ആനോഡായിട്ട് ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ഏതാണ്, അതേപോലെ തന്നെ കാഥോഡായിട്ട് ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ഏതാണെന്നും ഇലക്ട്രോലൈറ്റ് ഏതാണെന്നും, അതേപോലെ ഇതിൽ പോസിറ്റീവ് ഇലക്ട്രോഡ് അത് വളരെ ശ്രദ്ധിക്കണം. കാരണം അത് ഓരോന്നിനെ നമ്മൾ പഠിച്ചേ പറ്റത്തുള്ളൂ. ഓക്കെ, ഇനി അടുത്തതായിട്ട് എർത്തിങ്, വയറിങ് തുടങ്ങിയ ബേസിക് വയറിങ്ങും അതേപോലെ എർത്തിങ്ങുമാണ്. എർത്തിങ് പഠിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, എർത്ത് പ്ലേറ്റിൻ്റെയും എർത്ത് പൈപ്പിൻ്റെയും സൈസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ വയറിങ്ങിലെ റൂളുകൾ, ലൈക്ക് ഒരു വയറിങ്ങിൻ്റെ അകത്ത് ഇപ്പോൾ ഒരു പവർ സർക്യൂട്ടിൽ എത്ര പോയിൻറ്റ്സ് നമുക്ക് കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ എത്ര വാട്ട്സ് ആണ് തുടങ്ങിയ കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ബേസിക് റൂൾസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്ന ഇലക്ട്രിക്കൽ കോഡിലുള്ള റൂളുകൾ. ഇന്ത്യൻ ഇലക്ട്രിക്കൽ കോഡാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്, അതിൻ്റെ അകത്ത് പറഞ്ഞേക്കുന്ന റൂളുകൾ. അപ്പോൾ അത് പഠിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഇപ്പോൾ ഒരു റോഡിലൂടെ ക്രോസിംഗ് ഉണ്ടാവുകയാണെങ്കിൽ അതിന് എത്ര ഹൈറ്റിലാണ് നമ്മൾ ലൈൻ വലിക്കേണ്ടത്, ഇത് ഓരോ കാര്യങ്ങളും ശ്രദ്ധിക്കുക. ഓരോ വോൾട്ടേജിനനുസരിച്ച് ഹൈറ്റിൽ എന്ത് വേരിയേഷൻ വരും.
ഓക്കെ, ഇനി ഒരു റോഡിന് ക്രോസ് അല്ല പാരലായിട്ട് നമ്മൾ ലൈൻ കൊണ്ടുപോവുകയാണെങ്കിൽ അതിന് എത്ര ഹൈറ്റ് നമ്മൾ കൊടുക്കേണ്ടി വരും, അതിൻ്റെ പോസ്റ്റിൻ്റെ ഹൈറ്റ് എത്ര വേണം, അതേപോലെ 2 പോസ്റ്റുകൾക്കിടയ്ക്കുള്ള സ്പാൻ എത്ര വേണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മൾ ബൈ ഹാർട്ട് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് നമുക്കിതിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി എർത്തിങ്ങിൻ്റെ പാർട്ടിലേക്ക് വരുമ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, പ്ലേറ്റ് പൈപ്പ് എർത്തിങ്ങിൻ്റെ സൈസിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞു. അതേപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ പൈപ്പ് എർത്ത് ചെയ്യുകയാണ് എങ്കിൽ റെസിസ്റ്റൻസ്, എർത്ത് റെസിസ്റ്റൻസ് മാക്സിമം അലൗബിൾ ആയിട്ടുള്ള ലിമിറ്റ് എത്രയാണ്, എർത്ത് കണ്ടിന്യൂറ്റി, കണ്ടക്ടറിൻ്റെ സൈസ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. സോ ഇനി ലാസ്റ്റ് പാർട്ട് എന്ന് പറയുന്ന ലാമ്പുകളാണ്, അതായത് നമ്മൾ ഉപയോഗിക്കുന്ന ലാമ്പുകൾ. അപ്പം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഓരോ ലാമ്പിൻ്റെ അകത്തും നിറച്ചിരിക്കുന്ന വാതകങ്ങൾ മാറ്റുമ്പോൾ നമ്മൾക്ക് അതിൻ്റെ കളറിലെ വേരിയേഷൻസ് ഉണ്ടാവും. അപ്പോൾ ഓരോ വാതകങ്ങളും ഏത് കളറാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ ട്യൂബിൻ്റെ വർക്കിംഗ്, ട്യൂബിനകത്ത് എങ്ങനെയാണ് ഒരു ഫ്ലൂറസെൻറ്റ് ട്യൂബ് വർക്ക് ചെയ്യുന്നത് അത് പഠിക്കണം. കാരണം അതിൻ്റെ അകത്തെ ഓരോ ഇലക്ട്രോഡിൻ്റെ ഇമ്പോർട്ടൻസ്, അതിൻ്റെ അകത്ത് എന്തുകൊണ്ടാണ് മെർക്കുറി നിറച്ചിരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഫ്ലൂറസെൻറ്റ് മെറ്റീരിയലാണ് അതിൽ നിറച്ചിരിക്കുന്നത്, അത് എന്തുകൊണ്ടാണ് ഫ്ലൂറസെൻറ്റ് മെറ്റീരിയൽ ഉപയോഗിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ. അതേപോലെ തന്നെ മെർക്കുറിക്ക് ആർക്ക് ലാമ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, അതിൻ്റെ വർക്കിംഗ് നമ്മൾ പഠിക്കണം. അതിൻ്റെ ഓരോ പാർട്ടുകളും ക്വസ്റ്റ്യൻസ് ചോദിക്കാവുന്നതാണ്. ഇനി നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത മെഷീൻസ് എന്ന് പറയുന്ന പാർട്ട് ഡിസ്കസ് ചെയ്തപ്പോൾ ഞാൻ ട്രാൻസ്ഫോമർ എന്ന് പറയുന്ന ഡിവൈസിനെ പറ്റി പറഞ്ഞു. അപ്പോൾ ഈ ട്രാൻസ്ഫോമറിൻ്റെ അകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ട്രാൻസ്ഫോമറിൻ്റെ പാർട്ടുകൾ. അതായത് ഫോർ എക്സാമ്പിൾ ഒരു പവർ ട്രാൻസ്ഫോമർ എടുത്തു കഴിഞ്ഞാൽ അതിന് കുറേ പാർട്ടുകളുണ്ട്. ലൈക്ക് ബ്രീത്തർ എന്ന് പറയുന്ന ഒരു പാർട്ടുണ്ട്, കൺസർവേറ്റർ ടാങ്ക് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഓരോന്നിൻ്റെയും ഉപയോഗം എന്താണ്, ബ്രീത്തറിൻ്റെ പർപ്പസ് എന്താണ്, അതേപോലെ ഈ ബ്രീത്തറിൽ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ലൈക്ക് സിലിക്ക ജെല്ലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, ഈ സിലിക്ക ജെല്ല് എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്, അതേപോലെ ഈ സിലിക്ക ജെല്ലിൻ്റെ കളർ എന്താണ്, ഡിഫറെൻറ്റ് കണ്ടീഷൻസിൽ മോയ്സ്ചർ അബ്സോർബ് ചെയ്യുമ്പോൾ കളർ എന്താണ്, മോയ്സ്ചർ ഇല്ലാത്ത കണ്ടീഷനിൽ അതിൻ്റെ കളർ എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒന്ന് റിവൈൻഡ് ചെയ്ത് വെക്കണം. കാരണം നമ്മൾ ലാസ്റ്റ് ടൈമിലെ പ്രിപ്പറേഷനാണ്, ലാസ്റ്റ് ടൈമിൽ എല്ലാം ഒന്ന് റീകളക്ട് ചെയ്യുകയാണ്, നമ്മൾ പഠിച്ചിരുന്ന എല്ലാ കാര്യങ്ങളും റീകളക്ട് ചെയ്ത് നമ്മൾ ഒന്ന് ലിസ്റ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പിന്നെ എല്ലാ കാര്യങ്ങളും ഒന്ന് റിവൈൻഡ് ചെയ്യുക. അതായത് നമ്മൾ പഠിച്ചു വെച്ചേക്കുന്ന എല്ലാ കാര്യങ്ങളും ഒന്ന് റിവൈൻഡ് ചെയ്യുക. അപ്പോൾ റിവൈൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. ഈ ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ തുടർന്ന് വരുന്ന മൊഡ്യൂൾസിലെല്ലാം നമ്മൾ ഈ ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ ആപ്ലിക്കേഷൻസ് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഈ തിയറംസ് എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് കൂടുതൽ പ്രോബ്ലംസ്, നമ്മളെപ്പോഴും കൂടുതൽ പ്രോബ്ലംസ് ചെയ്ത് നോക്കാൻ ശ്രമിക്കുക. കാരണം പ്രോബ്ലംസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് വേഗത കിട്ടത്തുള്ളൂ. അതേപോലെ തന്നെ എപ്പോഴും ശ്രദ്ധിക്കുക, ഈ പറയുന്ന ഒബ്ജക്റ്റീവ് എക്സാംസ്, ഓൺലൈൻ എക്സാംസുകൾ, നമുക്ക് സാമ്പിൾ എക്സാംസുകൾ അല്ലെങ്കിൽ മോക്ക് എക്സാംസുകൾ അറ്റൻഡ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ അത് മാക്സിമം ചെയ്യുക. എന്നാൽ മാത്രമേ നമുക്ക് വേഗത എന്ന് പറയുന്നത് ഉണ്ടാവാൻ സാധിക്കത്തുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് നോർമലായിട്ട് PSC എക്സാംസ് എഴുതുമ്പോൾ എക്സാം സെൻറ്ററിൽ ഇരിക്കുമ്പോൾ നമുക്ക് ആൻസർ കിട്ടിയില്ലെങ്കിലും നമ്മൾ വീട്ടിൽ വന്ന് നോക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ആൻസർ കിട്ടും. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പഠിക്കാതിരുന്നിട്ടല്ല, നമ്മളെല്ലാവരും പഠിക്കുന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് വരുന്ന കുഴപ്പമെന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ആൻസറുകൾ കണ്ടുപിടിക്കാനായിട്ടുള്ള എബിലിറ്റി കിട്ടുന്നില്ല. അതിന് കാരണം നിങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് ഇത് വർക്ക് ചെയ്യാത്തതിനാലാണ്. അപ്പോൾ നിങ്ങൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ തന്നെ പ്രിപ്പയർ ചെയ്യുക. മാത്രമല്ല മാക്സിമം മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. അങ്ങനെ അറ്റൻഡ് ചെയ്താൽ മാത്രമേ നമുക്ക് വേഗത കൂട്ടാൻ സാധിക്കത്തുള്ളൂ. ഓക്കെ, ഇത്രയുമാണ് നിങ്ങൾക്ക് ഈ എക്സാമിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് എല്ലാവർക്കും നല്ല രീതിയിൽ എക്സാം അറ്റൻഡ് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ എല്ലാ ആശംസകളും. താങ്ക് യു.